സാർ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ചൈനയും ഇന്ത്യയും നരകക്കുഴി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒടുവിൽ അദ്ദേഹത്തിന് എതിരെ തന്നെ വൈറ്റ് ഹൗസിൽ വധശ്രമം നടന്നിരിക്കുന്നു. ഇതിനെല്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനൊക്കെ പിന്നിൽ ഇറാനും IRGCയും ഉണ്ടോ? വധശ്രമം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് അദ്ദേഹം വരുന്ന ഹാളിന് പുറത്താണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. പുറത്ത് വെച്ചിട്ടാണ് ഒരു അക്രമി തോക്കുമായിട്ട് വന്ന ശേഷം അകത്തേക്ക് കയറാൻ ശ്രമിച്ച സമയത്ത് സുരക്ഷാ സേന വെടിവെച്ചു. ഇയാൾ 8 റൗണ്ട് വെടിവെച്ചു. ഇയാളുടെ ഒരു തോക്കുണ്ടായിരുന്നു. തോക്കുമായിട്ട് വന്ന അക്രമിയാണ് 8 റൗണ്ടുകൾ വെടിവെച്ചു. അതിൽ ഓരോ സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥനും വെടിയേറ്റെന്നാണ് പറയുന്നത്. എന്തായാലും അക്രമിയെ കീഴടക്കിയിട്ടുണ്ട്. ഇയാൾ ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു കൃത്യത വന്നിട്ടില്ല. ഒരു പക്ഷെങ്കിലും ഇപ്പൊ ഇറാൻ യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ടും ഇറാനെതിരെ ഇപ്പോഴുള്ള ട്രംപ് സർവ്വ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ടും ഒരുപാട് വിരോധികളെ ഗൾഫ് രാജ്യങ്ങളിൽ പശ്ചിമേഷ്യയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ടും ആരാണ് വിരോധി എന്നുള്ളത് വന്നിട്ടില്ല. ഇറാനും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പരമോന്നത നേതാവിനെ കൊന്നതുകൊണ്ട്, ഖമേനിയെ കൊന്നതുകൊണ്ട് എവിടെ വെച്ചൊരു അമേരിക്കക്കാരനെ കണ്ടാലും അല്ലെ ഇസ്രായേലുകാരനെ കണ്ടാലും കൊല്ലാൻ നമ്മൾ പറഞ്ഞില്ലേ, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊന്നുകളയും എന്നുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ആളാരാണ്, ഇയാളുടെ ഐഡന്റിറ്റി പുറത്തു വന്ന ശേഷമേ അത്തരം കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ സംഭവം എന്ന് പറയുന്നത് ഇന്നലെ അവിടെ വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് ഈ യോഗം നടന്നത്. അവിടുത്തെ അമേരിക്കയിലെ പ്രമുഖരായ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരു വിരുന്ന് കൊടുക്കുന്നതിനായിട്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചത്. ഒരു സമ്മേളനം വിളിച്ച ഒരു പക്ഷേ അവർക്ക് വിശദീകരിക്കാനും ഉണ്ടാകും. അപ്പൊ ട്രംപ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. ഇതിൽ അമേരിക്കയിലെ ഏറ്റവും മുതിർന്ന എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. നോക്കുക, ഭരണകൂടമുണ്ട്, അതേപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇത് അമേരിക്കയിലാണ് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അമേരിക്കയിലാണ് നടക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ നമുക്ക് പറയുന്നത് ഈച്ച പോലും കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണെന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പങ്കെടുക്കുന്ന ചടങ്ങാണെന്ന് ആലോചിക്കണം. അപ്പൊ പിന്നെ ഈച്ച പോയിട്ട് വേറെ എന്ത് പോലും അതിനെക്കാട്ടി ചെറിയ ഒരു ജീവിക്ക് പോലും അവിടെ കടന്നു ചെല്ലാനൊക്കത്തില്ല. അത്രയേറെ സുരക്ഷയുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ അക്രമി ഇത് ചെയ്തിരിക്കുന്നത്. ഇയാളെ കുറിച്ച് ഇപ്പം മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇയാൾ ഇതിനടുത്തുള്ള ഒരു ഹോട്ടൽ സമുച്ചയമാണ്. ആ സമുച്ചയത്തില് ഇയാൾ കുറെ ദിവസമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നാണ് പറയുന്നത്. ഈ അക്രമി 30-35 വയസ്സിനിടയ്ക്ക് പ്രായമാണ്. ഇയാൾ 5-8 കുറെ ദിവസമായിട്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ താമസിക്കുമ്പോൾ ഇയാളെ കുറിച്ച് സംശയം തോന്നിയില്ലേ? അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ സെക്യൂരിറ്റി ചുമതലയുള്ള ആളുകൾക്ക് ഒരു സംശയം തോന്നിയിരുന്നില്ലേ? എന്തുകൊണ്ട് ഇയാളെ പരിശോധിച്ചില്ല? അല്ലെ ഇയാൾ തോക്കുമായിട്ട് എങ്ങനെ ഇത്രയും വരെ ഈ ഹാളിന്റെ അടുത്ത് വരെ ഇയാൾക്ക് എങ്ങനെ വരാൻ പറ്റി? അതൊക്കെ വളരെ സംശയാസ്പദമായ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് ഇന്നോ നാളെയോ അതിനെക്കുറിച്ച് കൃത്യത വരുമായിരിക്കും. എന്തായാലും ഈ അക്രമിയുടെ ചിത്രമൊക്കെ ട്രംപ് തന്നെ ട്വീറ്റ് ചെയ്തിട്ട് അദ്ദേഹം അതിനെ ഒരു തമാശ മട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് നേരെ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ, വധശ്രമവും എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊക്കെ എന്നുള്ള പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എനിക്ക് നേരെ 2 തവണ വെടി കിട്ടിയല്ലോ. ശരിയാണ് പറയുന്നത്. ഒരെണ്ണം അദ്ദേഹത്തിന്റെ ചെവിക്കടുക്കൂടാണ് പോയത് കേട്ടോ. കൃത്യമായിട്ട് ലക്ഷ്യം തെറ്റി വന്നതാണ്. പക്ഷെ ചെവിയുടെ സമീപത്തൂടാണ് വെടിയുണ്ട കടന്നുപോയത്. അന്ന് അദ്ദേഹം ചെവി പൊത്തിക്കൊണ്ട് മറിഞ്ഞ് വീഴുന്നതായിട്ടൊക്കെ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണും. പക്ഷെ അന്നത്തെ സാഹചര്യം വേറെയാണ്. അന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. ഇത്രയും സെക്യൂരിറ്റി ഇല്ല. ഇതിപ്പോ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അല്ലെങ്കിൽ ഏറ്റവും വലിയ സെക്യൂരിറ്റി കൊടുക്കാവുന്ന രാജ്യം. അതിനപ്പുറത്ത് വേറെ ആർക്കും സെക്യൂരിറ്റി ഇല്ലല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് കിട്ടുന്ന അത്രയും സെക്യൂരിറ്റി ലോകരാജ്യത്ത് ആർക്കാ കിട്ടുന്നത്? അപ്പൊ അങ്ങനെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വൈറ്റ് ഹൗസിൽ കണ്ടത്. പിന്നെ ഇദ്ദേഹം പറയല്ലോ, വിരോധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ട്രംപ് വളരെ മിടുക്കാണ്. ലോകത്ത് എവിടെ ആളുകളോട് വിരോധം ഉണ്ടാക്കുക, ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തുക, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ പ്രതികരിക്കുക, അത് അദ്ദേഹത്തിന്റെ ഒരു ശീലമാണെന്ന് തോന്നുന്നു. ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അല്ല അദ്ദേഹത്തിന് കൂടുതലുള്ളത്. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. ലാഭം ഉണ്ടാക്കിയ ശേഷം അമേരിക്കയെ ഏറ്റവും വലിയ രാജ്യമാക്കുക, സമ്പന്ന രാജ്യമാക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ലോകത്തുള്ള രാജ്യങ്ങൾക്കെല്ലാം എന്റെ പരിധി നിർത്താൻ ശ്രമിക്കുക, അങ്ങനെ പരിധി കിട്ടാത്തവർക്ക് നേരെ പിഴ ചുമത്തുക, ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ ഈ മുമ്പേ പറഞ്ഞ നരകക്കുഴി പ്രയോഗങ്ങൾ അത് ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെയാണ് പ്രയോഗിച്ചു കളഞ്ഞത്. അത് സത്യത്തിലാണെങ്കിൽ അത് ട്രംപിന്റെ ട്വീറ്റ് അല്ലത്, വേറെ ഒരു ടോക്ക് ഷോ അവതാരകൻ എഴുതി വിട്ട സാധനമാണ്. അതിനകത്തിലാണ് ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെയുള്ള പരാമർശങ്ങൾ വന്നത്. ഇത് 2 നരകക്കുഴികളാണെന്നാണ് പറയുന്നത്. നരകക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അവരുടെ അമേരിക്ക പറയുന്ന രാജ്യത്തിന് ദോഷം ചെയ്യുന്ന വലിയ നരകങ്ങളാണെന്നാണ്. കാരണം ഇത് 2 പോപ്പുലേഷൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങളാണല്ലോ.
ഇവിടെ നിന്നുള്ള ആളുകളെല്ലാവരും കൂടെ അമേരിക്കയിലേക്ക് കുടിയേറും. അതാണ് അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ആളുകളും ചൈനക്കാരും എല്ലാം കുടിയേറും. നമ്മുടെ കുടിയേറുന്നതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് നോക്കുക, നമ്മുടെ ഇന്ത്യക്കാരുടെയൊക്കെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ സ്ത്രീകളെ പ്രസവം അടുക്കുന്ന സമയത്ത് ഏതാണ്ട് അവസാന നാളുകളിൽ അമേരിക്കയിലേക്ക് ചെല്ലുക, അമേരിക്കയിലേക്ക് ചെന്ന ശേഷം അവിടെ പ്രസവിക്കുക, പ്രസവിച്ച ശേഷം അപ്പം എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കിട്ടും. അങ്ങനെയാണല്ലോ അവിടുത്തെ നിയമം എന്ന് പറയുന്നത്. എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. ഒരു അമേരിക്കൻ പൗരനായിട്ട് കണക്കാക്കും അമേരിക്കൻ ജനിച്ചാൽ. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ നിയമം, അങ്ങനെയാണ്. അത് മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നിയമനിർമ്മാണമൊക്കെ ഇപ്പൊ അവർ ആലോചിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കുടിയേറ്റം കണ്ടവാനും കൂടി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേ ഇദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ എന്നൊരു പ്രസവ വാർഡാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ എന്നല്ലേ. നമ്മുടെ സ്ത്രീകൾ പ്രസവിക്കാറായിട്ട് നമ്മളിപ്പോ ആശുപത്രിയിലേക്കൊക്കെ സ്ത്രീകൾ പോകത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ സ്ത്രീകള് തന്ത്രപരമായിട്ട് അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് പ്രസവിച്ചിട്ട് അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു. അതിനുശേഷം അവരുടെ മാതാപിതാക്കളെ കൊണ്ടുപോകുന്നു, രക്ഷിതാക്കളെ കൊണ്ടുപോകുന്നു. അങ്ങനെ കുടിയേറ്റം വ്യാപിപ്പിക്കുന്നു. ഇതിനൊരു പ്രസവം ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രംപിന്റെ വ്യാഖ്യാനം വന്നിരിക്കുന്നത്. അപകടപരമാണ്, അപക്വമാണ്, നമ്മൾ പറഞ്ഞില്ല, അപലപിക്കേണ്ട പ്രസ്താവനയാണ് അതൊക്കെ എന്ന് പറഞ്ഞത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം കുടിയേറ്റക്കാരാണ്. പറയുകയാണെങ്കിൽ അമേരിക്കനിലെ പൗരത്വം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ എടുത്ത് നോക്കുക, ട്രംപിന്റെ അടക്കം നോക്കുക, അവരൊക്കെ എല്ലാ കാര്യങ്ങളിലും ഓരോ കാലത്തും കുടിയേറി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പറഞ്ഞില്ലേ, കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് തന്റെ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക ഏത് ഭരണാധികാരിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ചൈനയെ സംബന്ധിച്ചുള്ളത് അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് യുദ്ധത്തിന് ഇറാന് ആവശ്യമായ സാമ്പത്തിക സൈനിക സഹായം ചെയ്തു കൊടുക്കുന്നത് ചൈനയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു വാദം. കാരണം ഒരാഴ്ച കൊണ്ട് തീർക്കാമെന്ന് കരുതിയിട്ടാണ് ഇറാനിലേക്ക് യുദ്ധം ചെയ്യാൻ പോയത്. ഇപ്പൊ ദിവസം എത്ര കഴിഞ്ഞു? ഏതാണ്ട് 2 മാസം അല്ലേ? ഫെബ്രുവരി 28, മാർച്ച് അല്ലേ, ഏപ്രില്, മെയ്, ഏതാണ്ട് രണ്ട് മാസത്തിലേക്ക് 1.5 മാസം കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി 6 മാസം വേണമെന്നാണ് പറയുന്നത്. ഇനി 6 മാസം കൂടെ ഉണ്ടെങ്കിൽ പോലെ ഹോർമസ് കടലിടുക്കിൽ കിടക്കുന്ന മൈനുകളൊക്കെ വാരിക്കളയാൻ പറ്റത്തുള്ളൂ, എന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ചൈന സഹായിക്കുന്നതാണ്. ചൈനയുടെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് എണ്ണ വേണം. എണ്ണ, പ്രകൃതിവാതകങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ചൈനയാണ്. നമ്മളെ പോലെ തന്നെയാണ്. 150 കോടി എനിക്കടുത്ത് ജനസംഖ്യയുള്ള രാജ്യമാണ് അവർ. അവർക്കും ഇത്തരം സാധനങ്ങളില്ല, എണ്ണയില്ല, ക്രൂഡില്ല അവരുടെ. അപ്പൊ അവർ കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ് അവരെടുക്കുന്നത്. ധാരാളം എണ്ണ എടുക്കുന്നുണ്ട് അവർ. അവരുടെ വരുമാനത്തിന്റെ, അപ്പൊ ഇറാന്റെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം പറയും ചൈനയാണ്. അപ്പൊ ചൈനയ്ക്ക് ഇങ്ങനെ ഇറാൻ എണ്ണ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ വെടിക്കോപ്പുകളും ആയുധങ്ങളും ഒക്കെ വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ ചൈനീസ് സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ദിഗോഗാർഷയിലേക്ക് പോയ ബാലിസ്റ്റിക് മിസൈൽ, ഏതാണ്ട് 4000 കിലോമീറ്റർ പറന്ന മിസൈലിന്റെയൊക്കെ ടെക്നോളജി ചൈനീസ് ആണെന്നാണ് ഇവരുടെ ഒരു വാദം. ചൈനയുടെ സഹായം ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മിസൈലുകളൊക്കെ ഇറാൻ പ്രയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നുണ്ടാകും. കാരണം ഇപ്പൊ ആർക്കാ കിട്ടാത്തത്? ഏത് രാജ്യത്തിനും വില കൊടുത്തു കഴിഞ്ഞാൽ അത്തരം സഹായങ്ങൾ കിട്ടും. അവരുടെ പറഞ്ഞില്ലേ, സ്വന്തം പേറ്റന്റ് അല്ലാത്ത സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടും. അപ്പൊ നമ്മൾ ബ്രഹ്മോസിന്റെ തന്നെ നമ്മൾ കൊടുക്കാനൊക്കെ ഉള്ള ആലോചനകളോ മറ്റേ റഷ്യയുമായിട്ടൊക്കെയുള്ള ചില കരാറുകളോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ചൈനയോടുള്ള ഇദ്ദേഹത്തിന്റെ വിരോധം. ചൈന മറ്റൊരു നരകക്കുഴിയാണെന്ന് പറയുന്നതാണ്. അപ്പൊ ഇന്ത്യക്കാര് ഈ പറഞ്ഞ ഇന്ത്യൻ ജനസംഖ്യ മുഴുവൻ അമേരിക്കയിലേക്ക് കൃത്രിമ മാർഗത്തിൽ കൂടെ കുടിയേറുന്നു. ചൈനയാണെങ്കിൽ ആളും അർത്ഥവും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക സഹായം, മറ്റേ സൈനിക സഹായം കൊടുത്തിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കും. ഇത് രണ്ടുമാണ് ഇദ്ദേഹത്തിന്റെ നരകക്കുഴി വിശേഷണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. അത് ലോകരാജ്യങ്ങൾ മുഴുവൻ അപലപിച്ചു അല്ലെ? ലോകരാജ്യങ്ങൾ മുഴുവൻ ട്രംപിന്റെ പ്രസ്താവന, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ നടത്തിയ പ്രസ്താവനയെ ലോകരാജ്യങ്ങൾ മുഴുവൻ അപലപിച്ചു. നമ്മുടെ ഗവൺമെന്റും അപലപിച്ചു. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടാണ് കൺസിസ്റ്റൻസി ഇല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങള് ഇത് കഴിഞ്ഞപ്പോ അദ്ദേഹം തിരുത്തുകയും ചെയ്തു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളടക്കമുള്ള നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ അപലപിച്ച ശേഷം അദ്ദേഹം തിരുത്തുകയും ചെയ്തു, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല. എങ്ങനെ ആലോചിച്ച് നോക്കുക, മറ്റൊരാളിന്റെ പോസ്റ്റ് എടുത്തിട്ട് റീട്രീറ്റ് ചെയ്ത ശേഷം അതിനെ കയറി ആവശ്യമില്ലാതെ അതേ കയറി പിടിച്ച ശേഷം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഴപ്പങ്ങൾ നോക്കുക, എന്നിട്ട് അതിന് ക്ഷമാപണം പറയും. അത് എന്താണ് ഒരു പക്ഷേ വായിച്ചു നോക്കാനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വരുന്നത്. അപ്പൊ അതിനിടയിലാണ് ഇന്നിപ്പോ രാവിലെ വെടിവെപ്പും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ട്രംപ് ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുന്നതും ഇതുകൊണ്ടാണ്. നമ്മളത് പറഞ്ഞിട്ട് ഇന്ന് ചർച്ചയുടെ ഇടയായ സാഹചര്യവും ട്രംപിന്റെ ഈ മാതിരി തമാശകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങളുമാണ്.